ക്ലാസ്മേറ്റ് എന്ന ചിത്രത്തിൽ നരേൻ അഭിനയിച്ച വേഷം ആദ്യം ഓഫർ ചെയ്തത് കുഞ്ചാക്കോ ബോബനാണ്. അൺനോൺ റീസൺ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചില്ല. ചതിക്കാത്ത ചന്തുവിൽ ആരംഭഘട്ടത്തിൽ നായകവേഷത്തിനായി ദിലീപിനെയാണ് നിശ്ചയിച്ചിരുന്നത്. ഡേറ്റില്ലാത്തതിനാൽ അത് ദിലീപിന് ചെയ്യാൻ സാധിച്ചില്ല. പേരറിയാത്തവർ എന്ന ചിത്രത്തിൽ സുരാജ് ചെയ്ത വേഷം ആദ്യം ഓഫർ ചെയ്തത് ദിലീപിനാണ്. പക്ഷെ ദിലീപ് അത് നിരസിച്ചു. മെമ്മറീസ് എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്ത വേഷം തുടക്കത്തിൽ മമ്മൂട്ടിക്ക് ഓഫർ ചെയ്തതാണ്. പക്ഷെ ഡേറ്റില്ലാത്തതിനാൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. മല്ലു സിംഗ് എന്ന ചിത്രത്തിൽ ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ച വേഷം ആദ്യം പൃഥ്വിരാജിന് ഓഫർ ചെയ്തതാണ്. പൃഥ്വിരാജിന് ഡേറ്റില്ലാത്തതിനാൽ ചിത്രത്തിൽ ആസിഫ് അലി ചെയ്ത വേഷം ചെയ്യാൻ പറഞ്ഞുറപ്പിച്ച ഉണ്ണി മുകുന്ദന് ലഭിച്ചു. ദൃശ്യം സിനിമയിൽ മോഹൻലാൽ അഭിനയിച്ച വേഷം ആദ്യം ഓഫർ ചെയ്തത് മമ്മൂട്ടിക്കാണ്. ഡേറ്റില്ലാത്തതിനാൽ നിരസിച്ചു. ഒരു CBI ഡയറി കുറിപ്പ് എന്ന ചിത്രത്തിൽ ആദ്യം മോഹൻലാലിനെയാണ് നായകനായി നിശ്ചയിച്ചത്. എന്നാൽ മോഹൻലാൽ നിരസിച്ചു. പിന്നീട് മമ്മൂട്ടിയെ ചിത്രത്തിനായി പറഞ്ഞുറപ്പിച്ചു. ഏകലവ്യൻ എന്ന ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് എഴുതിയ രഞ്ജി പണിക്കരും ഷാജി കൈലാസും ചിത്രത്തിൽ നായക വേഷം മമ്മൂട്ടിക്ക് ഓഫർ ചെയ്തു. സുരേഷ് ഗോപിയെയും ചിത്രത്തിൽ മറ്റൊരു വേഷത്തിനായി പരിഗണിച്ചിരുന്നു. പക്ഷെ മമ്മൂട്ടിക്ക് സ്ക്രിപ്റ്റ് ഇഷ്ടമായില്ല. അതിനെ തുടർന്ന് സുരേഷ് ഗോപിയെ നായക വേഷത്തിനായി നിശ്ചയിച്ചു. സപ്തമശ്രീ തസ്കരയിൽ പൃഥ്വിരാജ് ചെയ്ത വേഷം ചെയ്യാൻ ആദ്യം പരിഗണിച്ചത് ഫഹദ് ഫാസിലിനെ ആയിരുന്നു. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു. പിന്നീട് പൃഥ്വിരാജിനെ വെച്ചു ചെയ്തു. ഡാർലിംഗ് എന്ന ചിത്രത്തിൽ വിനീത് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് കുഞ്ചാക്കോ ബോബനെ ആയിരുന്നു. പക്ഷെ കുഞ്ചാക്കോ അത് നിരസിച്ചു. ഇവിടെ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്ത വേഷം ആദ്യം ഓഫർ ചെയ്തത് ഫഹദ് ഫാസിലിനാണ്. പക്ഷെ ഫഹദ് നിരസിച്ചു. രാജാവിന്റെ മകനിൽ മമ്മൂട്ടിയെയാണ് ആദ്യം നായകനായി പരിഗണിച്ചത്. അൺനോൺ റീസൺ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിച്ചില്ല. റൺ ബേബി റണ്ണിൽ മോഹൻലാൽ ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് മമ്മൂട്ടിയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു. ഡബിൾ ബാരൽ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് ഫഹദ് ഫാസിലിനെ ആയിരുന്നു. ഫഹദ് അത് നിരസിച്ചു. ഇരുവർ എന്ന ചിത്രത്തിൽ പ്രകാശ് രാജ് ചെയ്ത വേഷം ആദ്യം മമ്മൂട്ടിക്കാണ് ഓഫർ ചെയ്തത്. പക്ഷെ അദ്ദേഹം അത് നിരസിച്ചു. ഋതു എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാന് ഒരു വേഷം ഓഫർ ചെയ്തു. പക്ഷെ ദുൽഖർ നിരസിച്ചു. അലൈ പായുദൈ ചിത്രത്തിൽ അരവിന്ദ് സ്വാമി അഭിനയിച്ച വേഷം തുടക്കത്തിൽ മമ്മൂട്ടിക്ക് ഓഫർ ചെയ്തു. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ സാധിച്ചില്ല. രജനികാന്ത് അഭിനയിച്ച ശിവാജി എന്ന ചിത്രത്തിൽ മെയിൻ വില്ലനായി അഭിനയിക്കാൻ മോഹൻലാലിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം അത് നിരസിച്ചു. ആ വേഷം പിന്നീട് സുമൻ എന്ന നടൻ അവതരിപ്പിച്ചു. ഹാപ്പി ന്യൂ ഇയർ എന്ന ഹിന്ദി ചിത്രത്തിൽ പൃഥ്വിരാജിനെ ഒരു വേഷത്തിനായി പരിഗണിച്ചിരുന്നു. പക്ഷെ കാവ്യ തലൈവൻ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിലായിരുന്നതിനാൽ ചെയ്യാൻ സാധിച്ചില്ല. കമ്മത്ത് ആൻഡ് കമ്മത്ത് എന്ന ചിത്രത്തിൽ ദിലീപ് ചെയ്ത വേഷത്തിന് ആദ്യം പരിഗണിച്ചത് ജയറാമിനെ ആയിരുന്നു. പക്ഷെ ഷെഡ്യൂൾ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിരസിച്ചു. ആമി എന്ന ചിത്രത്തിൽ ടോവിനോ തോമസ് ചെയ്ത വേഷം തുടക്കത്തിൽ പൃഥ്വിരാജിനാണ് ഓഫർ ചെയ്തത്. ഷെഡ്യൂൾ പ്രോബ്ലം കാരണം നിരസിച്ചു. രജനികാന്ത് ചിത്രം പേട്ടയിൽ സുബ്ബരാജ് ഫഹദിന് ഒരു വേഷം ഓഫർ ചെയ്തു. പക്ഷെ വരത്തൻ എന്ന മലയാള സിനിമയുടെ കമ്മിറ്റ്മെന്റ്സ് കാരണം നിരസിച്ചു. മാസ്റ്റർ എന്ന തമിഴ് ചിത്രത്തിൽ അർജുൻ ദാസ് അവതരിപ്പിച്ച കഥാപാത്രം ആദ്യം ഓഫർ ചെയ്തത് ആന്റണി വർഗീസിനാണ്. പക്ഷെ മറ്റ് കമ്മിറ്റ്മെന്റ്സ് കാരണം നിരസിച്ചു.